അപ്പോൾ ബറോസ് സിനിമ കണ്ടു, സൂപ്പറാണ്. ഇത് കുട്ടികളെല്ലാം കാണേണ്ട സിനിമയാണ് ബറോസ്. അതുപോലെ തന്നെ അതിലത്തെ സെറ്റപ്പ്, ലൊക്കേഷൻ, ഏരിയ എല്ലാം നല്ലതാണ്. ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. അത് കണ്ണാടി വെച്ചാൽ ഉള്ള 100% എഫക്റ്റ് തന്നെ ഉണ്ട്. കണ്ണാടി വെച്ചില്ലെങ്കിലും അതിൻ്റെ എഫക്റ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ കണ്ണാടി വെച്ചാൽ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അടിക്കുന്ന രീതിയിലെല്ലാം അതിൽ കാണാൻ പറ്റും. ആ സിനിമയിൽ ഞാൻ ഫ്രണ്ടിലിരുന്നതുകൊണ്ട് കുറേ എഫക്റ്റ് എനിക്ക് അതിൽ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ പഴയ ഉപകരണങ്ങളെല്ലാം ഈ സിനിമയിൽ ഉണ്ട്. അതുപോലെ തന്നെ നല്ല നമുക്ക് പഴയ രീതിയിലുള്ള അറിയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഈ സിനിമയിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മെയിൻ ഉപയോഗിച്ചിട്ട് ചെയ്ത സിനിമ എന്ന് തന്നെ ബറോസ് സിനിമ എന്ന് തന്നെ പറയാൻ. ലാലേട്ടൻ സംവിധാനം ചെയ്ത ബറോസ് സിനിമ ആറാടി, തിമിർത്താടി, തകർത്താടി എന്ന് തന്നെ പറയാം. ലാലേട്ടൻ അറടിക്കുകയാണ് അയിഞ്ഞടിക്കെന്ന് തന്നെ പറയാം. ഗംഭീര അഭിനയമാണ്. കാരണം ബറോസ് എന്ന സിനിമ വിഷ്വൽ ട്രീറ്റാണ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. 3D കാണേണ്ട സിനിമ തന്നെയാണ്. ഒരു നിധി കാക്കുന്ന കവൽ ഭൂതമായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ്. ലാലേട്ടൻ്റെ അഭിനയമാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ട്രീറ്റാണ്. കാരണം നമ്മൾ ഉദയനാട് താരം കണ്ടപ്പോൾ തന്നെ ലാലേട്ടൻ ഡയറക്ഷൻ ചെയ്യാൻ അറിയാവുന്ന ആ ഒരു ഡയറക്ടറായിട്ട് അഭിനയിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഇതിൽ ഡയറക്ഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലായി ഇനിയും ഇതുപോലെ സിനിമകൾ വരണം. ഇതൊരു കുട്ടികൾ ഫാൻറ്റസി മുകളിലൊരുക്കുന്ന സിനിമയാണ്. മൈഡിയർ കുട്ടി അതിന് ശേഷം ഒരു 3D എഫക്ട്സിൽ കുട്ടികളുടെ സിനിമയാണ്. എസബെല്ല എന്ന് പറഞ്ഞ പാട്ട് ഗംഭീരമാണ്. എസബെല്ല മനസ്സിൻ പൊന്തിരിയാണു നീ, ബാറോസിൻ നീ, നായകൻ നീ, ലാലേട്ടൻ നീ. ഓക്കെ, കുട്ടികൾക്കൊക്കെ കാണാൻ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ലാലേട്ടൻ സംവിധാനം കുഴപ്പമില്ല, നല്ല രീതിയിൽ പിള്ളേർക്കുള്ള പടമല്ലേ, അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. കറക്റ്റ് ഒരു ഇംഗ്ലീഷ് പടം പോലുള്ളൊരു പടമാണ്. കറക്റ്റ് ഇംഗ്ലീഷ് പടം കാണാൻ പറ്റുക, എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. പിള്ളേർക്കും നല്ല, എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ പടം. പിന്നീട് പടം ഭയങ്കര പോറാം. പടം എങ്ങനെയാണ്? പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു മാജിക്കൽ മൂവിയാണ്, കണ്ടിരിക്കുക. പിന്നെ മോഹൻലാലിൻ്റെ ഡയറക്ടർഷിപ്പ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു 3D മൂവിയാണ്, കണ്ടിരിക്കുക. പിള്ളേർക്ക് മാത്രമുള്ള ഒരു ടാർഗറ്റ് അല്ല, സാധാരണ വലിയ ആൾക്കാർക്ക് കാണാം. വെറുതെ കണ്ടിരിക്കുക. അങ്ങനെ ഒരു കുറച്ച് ഡ്രാഗിങ് ആണ്, വേറെ ഇഷ്യൂസ് ഒന്നും. പിള്ളേരോടത് ഒരു പിള്ളേർക്കും കൊള്ളില്ല. വളരെ മോശമായ ഡയറക്ഷനാണ്. പിന്നെ മോഹൻലാലിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷനാണ്. ഒരുപാട് പ്രതീക്ഷയോടെ വന്നതാണ്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ നമ്മൾ എന്താ പറയുക, ലാലേട്ടൻ മമ്മൂക്ക ഇതാണ് നമ്മളെ മെയിൻ. ബാക്കിയുള്ള എല്ലാ നടപാടും പടം കാണുമെങ്കിലും നമ്മളിത് ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. പക്ഷേ നമ്മളെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല. ഇപ്പം ചില ആൾക്കാർക്ക് ഇത് ഡൈജസ്റ്റ് ആവത്തില്ല. എല്ലാവർക്കും ഉള്ളൊരു കപ്പ് ഓഫ് ടീ അല്ല. എങ്കിൽ പോലും മോഹൻലാൽ തൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അതെ, ഇപ്പം മാർക്കോയൊക്കെ ശരിക്കും ഒരു വയലൻസ് സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഫാമിലീസിനും അല്ലെങ്കിൽ കുട്ടികൾക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊരു ഫാമിലി ബേസ്ഡ് പടം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്കിത് വന്ന് കാണാവുന്നതാണ്. വെക്കേഷൻ ടൈമിൽ ഒരു 2.5 മണിക്കൂർ നല്ല വിഷ്വൽസും അതേപോലെ മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംസ് ആയാലും പിന്നെ ലാലേട്ടനെ കാണാമെന്നുള്ളതാണല്ലോ മെയിനായിട്ടും. അത് നമുക്ക് പറ്റും. പിന്നെ പുള്ളിയുടെ ഡയറക്ഷൻ ഒന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.